നമുക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും എളുപ്പത്തിൽ നമ്മുടെ വീടുകളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പഞ്ചാമൃതത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. സാധാരണ ഇത് അമ്പലങ്ങളിൽ നിന്ന് പ്രസാദമായിട്ടാണ് പലരും കഴിച്ചിട്ടുള്ളത്. നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാം. ഇതിന് വേണ്ടത് നന്നായിട്ട് പഴുത്ത പാളയംകുടം പഴമാണ്. അത് ഒരു പടല പഴം എടുത്തിട്ടുണ്ട്. ഏകദേശം 11 എണ്ണം വരും. ഇനി ഈന്തപ്പഴം വേണം. അതൊരല്പം സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഈന്തപ്പഴമാണ് നല്ലത്. പിന്നെ 6 ഏലയ്ക്ക, ഒരു പിടി ഉണക്കമുന്തിരി, ശർക്കരപ്പൊടി അല്ലെങ്കിൽ ശർക്കര, തേൻ, നെയ്യ്. ഈന്തപ്പഴവും ഉണക്കമുന്തിരിയും നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി പഴുത്ത പാളയംകുടം പഴം ചെറുതായിട്ട് അരിഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലെ പഴവും ഈന്തപ്പഴവും എല്ലാം കൂടെ നന്നായിട്ട് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ പാത്രം എടുക്കുമ്പോൾ അതിനനുസരിച്ച് ഒരല്പം വലിപ്പം കൂടിയ ഇടമുള്ള പാത്രം എടുക്കണം. ഇനി കഴുകിയെടുത്ത് വെച്ച ഈന്തപ്പഴം അത് കുരുവെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കാം. ഒരു 11 ഈന്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു വെച്ച ഏലയ്ക്ക അതിൻ്റെ തൊലിയെല്ലാം മാറ്റി കുരു മാത്രം പൊടിച്ചെടുത്ത് വയ്ക്കാം. അരിഞ്ഞു വെച്ച പഴത്തിലേക്ക് ഈന്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ശർക്കരയാണ്, അതൊരു 4 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിച്ച ശർക്കരയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ല ഉണ്ട ശർക്കരയാണ് കയ്യിലുള്ളതെങ്കിൽ അത് നേരത്തെ തന്നെ ചീകി എടുത്ത് വയ്ക്കണം. പിന്നെ മണ്ണില്ലാത്ത നല്ല വൃത്തിയുള്ള ശർക്കര ആയിരിക്കണം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു തവി കൊണ്ടോ അതല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെയോ ഈ പഴവും ഈന്തപ്പഴവും എല്ലാം കൂടെ ഉടച്ച് ചേർത്ത് കൊടുക്കണം. മധുരം ഒരല്പം പോരാത്തത് കൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴവും ഈന്തപ്പഴവും ശർക്കരയും നന്നായിട്ട് ഉടച്ച് യോജിപ്പിച്ചതിന് ശേഷം പൊടിച്ചു വെച്ച ഏലയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ തേനും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പിടി കറുത്ത മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർക്കുന്നത് കുരുവുള്ള കറുത്ത മുന്തിരിങ്ങയാണ്. കുരുവില്ലാത്ത മുന്തിരിങ്ങ സാധാരണ ഇതിൽ ചേർക്കാറില്ല. ഇതാ നമ്മുടെ പഞ്ചാമൃതം ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് പകർത്തി വയ്ക്കുവാണ്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, കൽക്കണ്ടമാണ്. ഒരു കഷ്ണം കൽക്കണ്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ഒരു ക്രിസ്റ്റൽ രൂപത്തിലുള്ള കൽക്കണ്ടമാണെങ്കിൽ അത് ഒരു പിടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇത് നല്ല ടേസ്റ്റുള്ള നമ്മുടെ വീടുകളിൽ തയ്യാറാക്കാൻ പറ്റുന്ന എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന രുചിയുള്ള പഞ്ചാമൃതം റെഡിയായി. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കണം. പിന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. താങ്ക്